പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്രേതം ഉണ്ടോ ഇല്ലേ, മരിച്ച ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കയറുമോ ഇല്ലേ എന്നുള്ളതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഏതാനും ചില അനുഭവങ്ങളാണ് ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആത്മാവിനെ പറ്റിയുള്ള ചർച്ചകൾ. അപ്പോൾ ഞാൻ ഒരു അനുഭവം വിവരിക്കുക. വളരെ ലളിതമായ രീതിയിലാണ് അവതരണം. നമ്മുടെ പൂർവികരൊക്കെ പറയുന്നത് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കയറുമെന്നും അവർ പറയുന്നതും അവരനുഭവിച്ചുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമെന്നൊക്കെ. എനിക്ക് ഒരു 16 വയസ്സുള്ള സമയത്ത്, 12 വയസ്സ് ഉള്ള സമയത്താണ് ഞാനന്ന് എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. അപ്പം ഒരു ദിവസം ഒരു 6 മണിക്ക് ഞാൻ മണ്ണെണ്ണ വാങ്ങാൻ പോവുക, മണ്ണെണ്ണ കുപ്പിയായിട്ട്. അപ്പം എനിക്ക് അമ്മാവിനെയൊക്കെ ഭയങ്കര പേടിയാണ്. അമ്മാവിനൊക്കെ നല്ല അടിയടിക്കുന്ന ഒരു കാലഘട്ടമാണ്, നല്ല അടി കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അതിരാണിക്കുറ്റി എന്ന് പറയും. അതിരാണിക്കുറ്റി കുറേ വയലുകളിലൊരു ഭാഗ, അതിലെ എതിരോക്ക് പോകുന്ന സമയമാണ് ഒരു സന്ധ്യാസമയം എന്ന് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു അതിരാണിക്കുറ്റിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് പിന്നീട് ഞാൻ മണ്ണെണ്ണക്കുപ്പി ഒരൊറ്റ കയറ. പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ല, ഞാനൊരു എന്താ പറയുക, ഒരു യന്ത്രം പോലെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നതെന്ന് മാത്രം. ആ മണ്ണെണ്ണക്കുപ്പി എറിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു 2 ഏക്കറയിൽ തെങ്ങും തോട്ടം, വലിയൊരു മാളികയോടൊക്കെ ആയിട്ടുള്ള കറ്റപ്പര, ഒരു പൂജാ റൂമൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ തിരിച്ച് വന്ന് ഞാൻ അവിടെ നിന്ന് വിളിച്ചത് എൻ്റെ അമ്മായിൻ്റെ പേരാണ്, ദമയന്തി അവിടെ വാങ്ങാൻ. അപ്പം അമ്മായി ഇങ്ങോട്ട് വന്ന് എന്നെങ്ങനെ നോക്കി. ഞാൻ ദമയന്തി, ഈ ആ തെക്കേ മുറിയിൽ ആ പുല്ലായി എടുത്തിട്ട് തന്നും കണ്ടി എടുത്തുകൊണ്ട് ആ കാല് കഴിയും. അമ്മച്ചൻ അങ്ങനെയായിരുന്നു അത്രേ, അമ്മച്ചനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അമ്മച്ചൻ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞപ്പം അമ്മായി ആകെ ഒന്ന് ഭയന്ന രീതിയായി. ഓടിപ്പോയി പുല്ലായിട്ട് അത് കഴിഞ്ഞ് തന്നിങ്കണ്ടിയിൽ വെള്ളമായിട്ട് വന്ന് ഞാൻ കാല് കഴുകി റൂമിൽ കയറി. 12 വയസ്സാ കുട്ടി കേട്ടോ. റൂമിൽ കയറി എൻ്റെ ശങ്കരൻകുട്ടി എവിടെയാണ്, എൻ്റെ മാമൻ്റെ പേരാ. അപ്പോൾ വലിയ മാമൻ, ഏറ്റവും പേടിയുള്ള മാമനാണ്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ശങ്കരൻകുട്ടിനെ വിളിക്കുന്നു. അപ്പോൾ അമ്മായിക്ക് കാര്യം മനസ്സിലായി, ഇത് വന്നത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ്. അങ്ങനെ പെട്ടെന്ന് ആളെ പറഞ്ഞേച്ച്, അവിടെ ഒരു കുടിയാനുണ്ട് വീടിൻ്റെ അടുത്ത്, അവരെ പറഞ്ഞേച്ച് മാമനെ വിളിച്ച്. അങ്ങനെ വലിയ മാമൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എവിടെയുണ്ടാ എന്ന് ചോദിച്ചപ്പം തന്നെ സംഭവം മാമനും മനസ്സിലായി. അച്ഛൻ ഞാൻ പേടിയിലിരുന്ന് എന്തായിരുന്നു എന്ന് ചോദിച്ച്. അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മാവൻ പറയുന്ന രീതിയിലൊക്കെ തന്നെ, അമ്മച്ചൻ പറയുന്ന രീതിയിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞു എന്നാണ് കേട്ടവരൊക്കെ പറയുന്നത്. എൻ്റെ ഓർമ്മയിലും കുറച്ചൊക്കെ ശരിയുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോദിച്ചു കുഞ്ഞോളെവിടെയാണ്, അതായത് മൂത്ത മച്ചുവനിച്ച്. അപ്പോൾ ഞാൻ സ്വന്തം നിന്നാണ് വിളിക്കുക, കുഞ്ഞോള് എന്നാണ് അമ്മച്ചൻ വിളിക്കുക. അങ്ങനെ കുഞ്ഞോളെ കൂട്ടി കൊണ്ടുവന്ന് കുഞ്ഞോളോട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞു, അമ്മച്ചൻ പറയുന്ന രീതിയിലുള്ള കുശലങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മകനോട്, അതായത് ശങ്കരൻകുട്ടീൻ്റെ വലിയ മാമനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ തെക്കേ പറമ്പിൽ നിന്ന് ചെന്തെങ്ങന്ന് ഒരു ഇളനി വെട്ടിക്ക് നമ്മളെ രാരുക്കുട്ടീനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നു. ആ വഴിക്ക് തന്നെ അവരുടെ അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന രാരുക്കുട്ടീനെ വിളിച്ച് ഇളനി തേങ്ങ ഏൽപ്പിച്ച് ഇളനി കൊണ്ടുവന്ന് ഇളനി വെട്ടി അത് എനിക്ക് തിന്നു, ഞാൻ കുടിച്ചു. പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അങ്ങനെ കണ്ണുറന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റുഭാഗവരൊക്കെ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ ഓർമ്മ വരാൻ കാരണം ഞാൻ അപ്പം തന്നെ അങ്ങനെ ആലോചിച്ചു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതാണ് ഞാൻ പറയാൻ കാരണം അത്ര വ്യക്തമായിട്ട്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അന്ന് അവിടെ സംഭവിച്ചത് എന്താണ്, ആത്മാവിനെ പറ്റി പഠനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടോ ഇല്ല എന്നുള്ളത്. അതിൽ സയൻസ് പറയുന്നത് എന്താണെന്ന് അറിയാം, മാനസിക മെക്കാനിസം എന്നാണ് പറയുന്നത്.
അതായത് എനിക്ക് മാമനോട് നല്ല അടി കിട്ടിയ ഒരു ദിവസമാണ്. അപ്പോൾ എനിക്ക് പകരം വീട്ടണം. ഞാൻ എൻ്റെ മാമനോട് എങ്ങനെ പകരം വീട്ടും? സാധിക്കില്ല. അപ്പോൾ അതിന് മാമൻ്റെ അച്ഛനായാൽ ഇത് സാധിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ബോധ മനസ്സ് മാമൻ്റെ അച്ഛനായിട്ട് മാറി. അവിടെ ഒരു മാനസിക മെക്കാനിസം എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് സയൻസിലൊക്കെ പറയുന്ന ആ ഒരു രീതിയാണ് അവിടെ നടന്നത് എന്നാണ് സയൻസ് പറയുന്നത്. പക്ഷെ ആത്മാവ് പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ശരീരത്തിൽ പ്രവേശിക്കുകയും അവർ പറയുന്ന രീതിയിൽ പറയുകയും വേണ്ടി വന്ന അവരുടെ ശബ്ദത്തിൽ പോലും സംസാരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് റൂട്ടാണ്. വിശ്വാസപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കുക, സയൻസ് പരമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയും ചിന്തിക്കുക. രണ്ടും ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ എന്താ പറയുക രൂപം എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വളരെ വ്യക്തമായിട്ട് കണ്ട ആളാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പറയാം ഇതൊക്കെ കളവാണെന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ അതിൻ്റെ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനോ പറയും കൊടുത്താലോ വിശ്വസിച്ചോളൊന്നുമില്ല. ഉദാഹരണത്തിന് എൻ്റെ ചുറ്റുഭാഗവും രോഗാണുക്കളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റുമോ? അപ്പം അതിൻ്റെ യന്ത്രങ്ങൾ തെർമോസ്കോപ്പൊക്കെ വെച്ചിട്ട് നോക്കിയാൽ കാണും. എന്നതുപോലെ ഈ ആത്മീയപരമായിട്ടുള്ള റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പല അനുഭവങ്ങളും പല സംഗതികളും കാണാൻ കഴിയും. ഇനി പ്രേതത്തിനെ തന്നെ നേരിൽ കണ്ട അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. അതൊക്കെ വെറും തോന്നലുകളായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ആത്മാവിനെ പറ്റിയുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതോ ഒരു മിലിറ്ററിക്കാരന് ഒരു റൂം ഇപ്പോഴും കേന്ദ്ര സർക്കാർ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വൃത്തിയാക്കാൻ ഒരു സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ടെന്നൊക്കെ യൂട്യൂബിൽ കേട്ടതാണ്. സത്യമാണോന്ന് അറിയില്ല. അപ്പം അങ്ങനെ പിന്നെ പഠനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്, ആത്മാവിനോട് സംസാരിക്കുന്ന കേന്ദ്രങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ പഠനങ്ങൾ നടക്കുന്നത്. 100% എനിക്ക് അറിയുന്നത് മാത്രമേ ശരിയുള്ളൂ, അല്ലാത്തതൊക്കെ തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ കാണുന്ന അദൃശ്യമായ കാഴ്ചകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തരംഗങ്ങളൊക്കെ നേരിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ സിനിമയിലെ പിന്നെ മനസ്സിലായി. തരംഗം കാണുന്നുണ്ട്, ചെറിയൊരു ഏരോ മാർക്ക് അതിനൊരു ഒരു എന്തിനു ഏരോ മാർക്ക് ഇട്ടുകൊണ്ട് കുത്താം. അപ്പോൾ അങ്ങനെ അത് കാണുന്നുണ്ട്, പല വർണ്ണങ്ങൾ കാണാൻ കഴിയും. പക്ഷെ അതൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ഇനി ഇതൊക്കെ കണ്ട് തന്നെ വിചാരിക്കുക, എന്താ ഇപ്പോൾ കാര്യം? ഒരു കാര്യമില്ല. പക്ഷേ ഈ നിരന്തരമായിട്ട് യോഗയും മറ്റു അഭ്യാസങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളും കഴിവുകളും മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നതിനെ പറ്റിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നിർത്തും.